ഇന്നുണ്ടല്ലോ രാവിലെ തൊട്ടേ ബിരിയാണി തിന്നാൻ മോഹമുണ്ട്. പക്ഷേ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു സോയാബീനുണ്ട്, പിന്നെ മുട്ടയുണ്ട്. അതും കൊണ്ട് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന്. അതിന് സോയാബീൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ വെക്കാം. പിന്നെ ചോറ് വേവാൻ വെക്കണേ, നെയ്ച്ചോറിൻ്റെ അരി. പിന്നെ മുട്ട. മുട്ട സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചിക്കി എടുക്കണം. ചിക്കി എടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ഫ്രൈ ഒന്നും ആവാൻ പാടില്ല. കുറച്ചൊരു സോഫ്റ്റായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ വാങ്ങി വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി വെച്ച സോയ ബോളില്ലേ അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരു ഫ്രൈ പോലെ ആയിക്കോട്ടെ, എന്നാലേ രസം ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും ക്യാബേജും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ്. പിന്നെ ഉള്ളിത്തണ്ടൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റും ഉപ്പും പിന്നെ അതിലത്തേക്ക് സോയാ ബോൾ ഫ്രൈ ചെയ്തതും ചേർത്തിട്ട് മിക്സാക്കുക, നന്നായി ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചോറിടുക. ചോറ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നേരത്തെ ചിക്കി വെച്ച മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഇട്ടിട്ട് നല്ല സോഫ്റ്റ് മുട്ടയാണ്, അതിനകത്തേക്ക് ഇടുമ്പോൾ ഇങ്ങനെ തുള്ളുന്ന പോലെയുണ്ട്. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഐറ്റം ആണല്ലോ സോയാ സോസ്. ഈ സോയാ സോസ് കാണുമ്പോൾ ടൊമാറ്റോ സോസിനെ പോലെയുണ്ട്. ഇത് ഇവിടെ അടുത്തുള്ള വീടിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്നാണെന്നൊന്നും അറിയില്ല, അതിൻ്റെ കളറ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡിയായി. എനിക്ക് പച്ചമുളക് കുറച്ചൊരു എരിവിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് പച്ചമുളകും കൂടി ഞാൻ അതിനകത്ത് വെച്ചിന് ഇടക്കിടക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസ്.